പാലക്കാട് ചിറ്റൂരിൽ വാശിയേറിയ പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത്. ഒരു നൂറ്റാണ്ടിലധികം ഭരിച്ച നഗരസഭ തിരിച്ചുപിടിക്കാൻ സുമേഷ് അച്യുതനെയാണ് കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത്. ഇത്തവണയും LDF അധികാരത്തിലെത്തുമെന്ന് CPM പറയുന്നു. സീറ്റ് ലഭിക്കാത്തതിനാൽ CPI ഒറ്റയ്ക്ക് മത്സരിക്കും. ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട് ചിറ്റൂർ തത്തമംഗലം നഗരസഭയ്ക്ക്. നഗരസഭ രൂപീകൃതമായതു മുതൽ കോൺഗ്രസോ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയോ ആണ് ചിറ്റൂർ നഗരം ഭരിച്ചത്. കഴിഞ്ഞ തവണ മാത്രമാണ് LDFനൊപ്പം നഗരസഭ നിന്നത്. 1908 രൂപീകരിച്ചതാണ് ചിറ്റൂർ തത്തമംഗലം നഗരസഭ. സ്വാതന്ത്ര്യ സമരകാലം മുതൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് നഗരസഭ ഭരിച്ചിരുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിറ്റൂരിന്റെ ചരിത്രം മാറ്റിമറിച്ച് ഇടതുപക്ഷ മുന്നണി അധികാരത്തിലെത്തി. ചിറ്റൂർ തത്തമംഗലം നഗരസഭ തിരിച്ചുപിടിക്കാൻ മുൻ ചെയർമാനും MLAയുമായ K അച്യുതന്റെ മകനും DCC വൈസ് പ്രസിഡന്റുമായ സുമേഷ് അച്യുതനെയാണ് UDF കളത്തിലിറക്കിയിരിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണ തിരിച്ചു പിടിക്കും. കഴിഞ്ഞ തവണ തലനാരിഴയ്ക്ക് നഷ്ടപ്പെട്ടതാണ്. അത് കഴിഞ്ഞ 5 വർഷം ഇടതുപക്ഷത്തിൻ്റെ ദുർഭരണം മാത്രം മതി ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ ചിറ്റൂർ തത്തമംഗലം നഗരസഭ UDF വിജയിക്കും. കോൺഗ്രസ് കോട്ട പൊളിച്ചു നേടിയെടുത്ത ചിറ്റൂർ നഗരസഭ ഇത്തവണയും നിലനിർത്തുമെന്നാണ് CPM അവകാശപ്പെടുന്നത്. കേരള സർക്കാരിൻ്റെ തന്നെ 300 കോടി ഉറുപ്പിയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ നഗരസഭയ്ക്കകത്ത് നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. കഴിഞ്ഞ തവണ നമുക്ക് 16 സീറ്റുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അതിലേറെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കഴിയും. 29 സീറ്റിൽ 16 LDFും 12 UDFും ഒരു SDPI എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത്തവണ പ്രശ്നങ്ങളില്ലാതെയാണ് UDF മുന്നോട്ട് പോകുന്നത്. JDSന് 2 സീറ്റാണ് LDF നൽകിയിരിക്കുന്നത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.